വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് ഇഖ്വാനുൽ മുസ്ലിമൂൻ ആ സംഘടനയുടെ 8 നേതാക്കളെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ക്രിമിനൽ കോടതി ഈയിടെ ഒരു വിധി സ്ഥാപിക്കുകയുണ്ടായി. ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ പരമോന്നത നേതാവായ 80 വയസ്സുള്ള മുഹമ്മദ് ബദിയ, മറ്റൊരു നേതാവായ മഹ്മൂദ് ഇസ്സത്ത്, മഹ്മൂദ് ബെൽത്തഗി, മുൻ മന്ത്രിയായിരുന്ന ഉസാമ യാസീൻ, സഫ്വത്ത് ഹിജാസി, ആസിം അബ്ദുൽ മജീദ്, മുഹമ്മദ് അബ്ദുൽ മഖ്സൂദ്, ഇവരെ ആണ് ഈ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് നിയമാനുസൃതമല്ലാത്ത സംഘടനയ്ക്ക് നേതൃത്വം നൽകി, ഗവൺമെൻറ് കാര്യങ്ങളിൽ ഇടപെട്ടു, വ്യക്തിസ്വാതന്ത്ര്യത്തിൽ എതിരെയുള്ള കടന്നാക്രമണം, ദേശീയ സുരക്ഷയ്ക്കും സാമൂഹ്യ ജീവിതത്തിനും അപകടകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, മിലിറ്ററി പോലീസ് കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി, നാട്ടിൽ പലവിധ കുഴപ്പങ്ങളും ഭീകരപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി, ഇങ്ങനെ പോകുന്നു ഇവർക്കെതിരെയുള്ള കുറ്റപത്രം. ഇഖ്വാൻ നേതാക്കളെയും അതിൻ്റെ ആയിരക്കണക്കിൽ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈജിപ്തിലെ ആദ്യത്തെ ജനാധിപത്യ രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇഖ്വാൻ നേതൃത്വം നൽകുന്ന മുഹമ്മദ് മുർസിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരികയും പിന്നീട് അബ്ദുൽ ഫത്താഹ് സിസിയുടെ കീഴിലുള്ള ഈജിപ്ഷ്യൻ മിലിറ്ററി അധികാരം പിടിച്ചടക്കുകയും ചെയ്തു. അമേരിക്കയും ഇസ്രായേലുമായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. ഇതിനെതിരിൽ തഹരീർ സ്ക്വയറിൽ ഈജിപ്ഷ്യൻ ജനത നടത്തിയ സമാധാനപരമായ പ്രതിഷേധ പ്രകടനങ്ങളെ സിസിയുടെ മിലിറ്ററി ടാങ്കുകളും ആംഡ് ഫോഴ്സും പ്രകടനക്കാർക്കെതിരെ വെടിയുതിർക്കുകയും ധാരാളം പേരെ അന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ വ്യാപകമായ അറസ്റ്റിൽ ഇഖ്വാൻ നേതാക്കൾ ഉൾപ്പെടെ ധാരാളം പേരെ ജയിലടക്കുകയും ചെയ്തു. അവർക്കെതിരെ പലവിധ ക്രിമിനൽ കേസുകളും ചാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ നീതിന്യായ കോടതി ഇത്തരത്തിലുള്ള ശിക്ഷകൾ പുറപ്പെടുവിക്കുന്നത്.